ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു കിടിലൻ വെബ്സൈറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. വീഡിയോ സ്കിപ്പ് അടിക്കരുത്, ദയവായിട്ട് നീ അത്രേ പറയാവുള്ളൂ. വീഡിയോ സ്കിപ്പ് അടിക്കാതെ ഫുള്ളായിട്ട് കാണാം, എന്നിട്ടേ ഉപയോഗിക്കാവുള്ളൂ കേട്ടോ ഈ സൈറ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, ജസ്റ്റ് പറഞ്ഞു തരുന്നതെന്ന് മാത്രം ഇങ്ങനത്തെ ഒരു വെബ്സൈറ്റും കാര്യങ്ങളും ഉണ്ടെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, ഈ ഒരു വെബ്സൈറ്റിലേക്ക് എങ്ങനെ പോകാം, ഈ ഒരു വെബ്സൈറ്റ് വഴി എങ്ങനെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഫോളോവേഴ്സ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ മച്ചാന്മാരെ, ഇതേപോലത്തെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് വരുന്ന വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻറ്റ് സെക്ഷൻ ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക്. ഓക്കെ, അപ്പോൾ ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പേജിലേക്കാണ് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ താഴെയായിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, നമുക്കത് ഫോളോസിനെ വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ യൂട്യൂബിലേക്കൊരു വീഡിയോ ലോഡാവും. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കുറഞ്ഞ രൂപയ്ക്ക് നിങ്ങൾക്ക് ഫോളോവേഴ്സ്, ലൈക്സ്, വ്യൂസ് എല്ലാം വാങ്ങാൻ സാധിക്കുന്നതാണ് ഞാൻ ഈ പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു സെക്ഷൻ എവിടെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് ബോക്സിൽ ഓപ്പൺ വെബ്സൈറ്റ് എന്ന് കാണാൻ സാധിക്കും അല്ലേ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പം നേരെ നിങ്ങൾ യൂട്യൂബിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എന്ത് ചെയ്യുക, എനേബിൾ ചെയ്ത് കൊടുക്കുക. ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് എനേബിൾ ചെയ്താൽ ഞാൻ ഇതേപോലെ ഇടുന്ന ടെക് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പം അത് എനേബിൾ ചെയ്തിട്ട് നിങ്ങൾ ഡയറക്റ്റ് നമ്മുടെ ക്രോം പേജിലേക്ക് വരിക, ബാക്ക് അടിച്ച് ക്രോമിലേക്ക് വരിക. അപ്പോൾ ഇവിടെ അത് മാറിയിട്ടുണ്ട്, അൺലോക്ക് ആയിട്ട് ഗോ ടു വെബ്സൈറ്റ് എന്നായിട്ടുണ്ട്. ആ ഒരു ഗോ ടു വെബ്സൈറ്റിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ ഇൻക്രീസ് ചെയ്യുന്ന വെബ്സൈറ്റ് ഇവിടെ ലോഡായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൻ്റെ മുമ്പായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി ഫോളോവേഴ്സ് കൂട്ടുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമിൽ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫ്ലാഗ് റിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ആ ഓപ്ഷൻ എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് ഇൻസ്റ്റഗ്രാം ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്തിട്ടേ ഇതിൽ നിന്ന് ഫോളോസ് കിട്ടാവുള്ളൂ, എന്നാലേ കയറുള്ളൂ. എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം, ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ളത്. വളരെ സിമ്പിളാണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, ആ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഇൻവൈറ്റ് ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലാഗ് റിവ്യൂ എന്നുള്ള ഓപ്ഷൻ ഓഫ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. സോ ആ വീഡിയോ കണ്ടാൽ മതി. ഫ്ലാഗ് റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ട് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഓർഡർ ചെയ്യാവുള്ളൂ, എന്നാലേ കയറുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ കയറിയില്ലെന്ന് പറഞ്ഞിട്ട് എന്നെ പിന്നെ നിങ്ങൾ നല്ല കമൻറ്റ് ഇടും, നിങ്ങളുടെ യൂസർ നെയിം ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ നല്ല കമൻറ്റ് ഇടും. എനിക്ക് പറ്റുന്നവർക്കൊക്കെ ഞാൻ ഫോളോ ചെയ്ത് തരാം, ലൈക്ക് അടിക്കണേ. അപ്പോൾ സൈറ്റ് ഓപ്പൺ ആയി വന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ വന്നിട്ട് ഇതാണ്ട ഇവിടെ ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു നീല ബട്ടൺ കണ്ടോ മേളിൽ, അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇവിടെ യൂസർ നെയിം പാസ്വേഡ് അടിക്കാൻ പറയുന്നുണ്ട്. യൂസർ നെയിം പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒറിജിനൽ അക്കൗണ്ട് ഒരിക്കലും ലോഗിൻ ചെയ്യരുത്, ഫേക്ക് അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. പിന്നെ ഇതിൻ്റെ മുന്നേ ഞാൻ മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ഒരു ആപ്പിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഒറിജിനൽ അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യുന്നത്. അത് 100% വിശ്വസിക്കാം നമുക്ക്, കാരണം അത് മലയാളികൾ ഇറക്കിയ ഒരു ആപ്പാണ്. പിന്നെ അതേപോലെ എന്താണ്, അത് മലയാളി ഫോളോവേഴ്സ് കിട്ടാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുകൊണ്ടാണ് അതിൽ നമ്മുടെ ഒറിജിനൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യാൻ പറയുന്നത്. അതിൽ ലോഗിൻ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് എൻ്റെ ഒറിജിനൽ അക്കൗണ്ടൊക്കെ 1,60,000 ഫോളോവേഴ്സുള്ള ഒറിജിനൽ അക്കൗണ്ടൊക്കെ ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത്, അതിനകത്തൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതൊക്കെ വെബ്സൈറ്റാണ്, തേർഡ് പാർട്ടി വെബ്സൈറ്റാണ്, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇതിൽ ഒറിജിനൽ അക്കൗണ്ടൊന്നും ഒരിക്കലും നിങ്ങൾ ലോഗിൻ ചെയ്യരുത് കേട്ടോ, ഒരിക്കലും ലോഗിൻ ചെയ്യരുത്. ഓക്കെ, പിന്നെ ആ മലയാളി ഫോളോവേഴ്സ് കിട്ടുന്ന ആപ്പിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, മലയാളി ഫോളോവേഴ്സ് വീഡിയോ എന്ന് പറഞ്ഞ് കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു ഫേക്ക് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. ഇൻസ്റ്റഗ്രാമിൽ ചെന്ന് ഇപ്പോൾ തന്നെ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിൽ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, അറിയത്തില്ല, യൂട്യൂബ് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ കിട്ടും. പിന്നെ എനിക്കിതിൽ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ട്. കാരണം എൻ്റെ 3 ചാനലാണ് മച്ചന്മാരെ പോയേക്കുന്നത്, ഇപ്പോൾ 3ാമത്തെയാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാം കാണിക്കാത്തതുകൊണ്ടാണ് ഈ ചാനലെങ്കിലും നിലനിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഫേക്ക് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബോക്സിൽ ഞാൻ എൻ്റെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റഗ്രാമിൽ ക്രിയേറ്റ് ചെയ്ത ഫേക്ക് അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. അതിൻ്റെ രണ്ടാമത്തത് നിങ്ങൾ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്യുക. ഓക്കെ, സോ ഞാൻ ഫേക്ക് അക്കൗണ്ട് പാസ്വേഡ് എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഏറ്റവും താഴെ തന്നെ കാണുന്ന ലോഗിൻ സിസ്റ്റം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഇമെയിൽ വെച്ചിട്ട് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം അടുത്ത പേജ് എങ്ങനത്തെയാണെന്ന് കാണാം. ഓക്കെ, ലോഗിൻ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്തേക്കാണ്.
നമുക്ക് നോക്കാം അടുത്ത പേജ് എങ്ങനത്തെ പേജാണ് വരുന്നത്. ഇതിൽ പറയുന്നുണ്ട് 40 ഫോളോവേഴ്സിൻ്റെ ക്രെഡിറ്റ്സ് ഒക്കെ നമുക്ക് കിട്ടുന്നവർ പറയുന്നുണ്ട്. ക്രെഡിറ്റ്സ് ഹാവ് ഇൻക്രീസ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. അതെന്തോന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. അപ്പം നമ്മുടെ ഫേക്ക് അക്കൗണ്ട് ഏത് മെയിലിലോടാണോ ക്രിയേറ്റ് ചെയ്ത് ആ മെയിലിലേക്ക് ഒരു OTP വരും. അത് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടി ഞാൻ എൻ്റെ ഒരു ഇമെയിലുണ്ട്, അത് വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ സെൻഡ് സെക്യൂരിറ്റി കോഡ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു മെയിലിലേക്ക്, നമ്മൾ ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിലിലേക്ക് ഒരു OTP വരുന്നതായിരിക്കും. നമുക്കിവിടെ കാണാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ വീഡിയോ കാണിക്കണമെന്ന് വെച്ചാണ്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റർ ദി കൺഫർമേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ മെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത മെയിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഒന്ന് റീഫ്രഷ് ചെയ്യട്ടെ. ഇതിലേക്ക് OTP വരും. വെയിറ്റ് 1 മിനിറ്റ് മച്ചന്മാരെ. അതാ വന്നു അതാണ്ട് ഇൻസ്റ്റാഗ്രാം വെരിഫൈ യുവർ അക്കൗണ്ട് എന്നുള്ളൊരു മെയിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. ഓക്കെ, എല്ലാം കാണിച്ചു തരാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പം നമ്മളിവിടെ കാണാൻ സാധിക്കും വെരിഫിക്കേഷൻ കോഡ്. അപ്പോൾ ഞാൻ കോപ്പി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫോണിലുള്ള ഒരു ഇമെയിൽ വെച്ച് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, പുതിയൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ജിമെയിൽ ഇട്ടേക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്താലും മതി. അപ്പോൾ ഞാൻ എന്തായാലും ആ കോഡ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ് ഈ ബോക്സ്. എന്നിട്ട് നമ്മളിവിടെ വെരിഫൈ എന്നുള്ള ആ ഒരു പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, കൺഫേമിങ് ആവുകയാണ്. കൺഫേമിങ് ആയിട്ട് അടുത്ത പേജ് കാണിച്ചു തരാം. ഓക്കെ, കൺഫേമിങ് ആയി. 1 മിനിറ്റ് മച്ചാന്മാരെ, 1 മിനിറ്റ്. ഓക്കെ, നമുക്കൊന്ന് റീഫ്രഷ് ചെയ്യാം. ഒന്നുകൂടെ നമുക്ക് ആ യൂസർ നെയിം എൻ്റർ ചെയ്യാം. ഓക്കെ, യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു, ആൻഡ് ലോഗിൻ സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കാം ലോഗിൻ ആവുമോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഓക്കെ, ഡൺ. അങ്ങനെ ലോഗിൻ ആയിട്ടുണ്ട് മച്ചന്മാരെ. ഇവിടെ കാണാൻ സാധിക്കും സെൻഡ് ഫോളോവേഴ്സ് 40 ഫോളോവേഴ്സ് കൂട്ടാം. ടിക്ടോക്കിനൊക്കെ 20 കൂട്ടാം. ഇൻസ്റ്റാഗ്രാം ലൈക്സ് നമുക്ക് 20 കൂട്ടാം. എല്ലാം കൂട്ടാം. ഇൻസ്റ്റാഗ്രാം ലൈക്സ് കൂട്ടാൻ നേരത്ത് പോസ്റ്റിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഫോളോവേഴ്സ് കൂട്ടിയാണ് കാണിക്കാൻ പോകുന്നത്. സോ അതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് 1 മിനിറ്റ് മച്ചന്മാരെ, കൈയായിട്ട് വേറെ എവിടെ ക്ലിക്ക് ചെയ്ത് ഓക്കെ, ഞാനിവിടെ സെൻഡ് ഫോളോ 40 എന്ന് എഴുതിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ജസ്റ്റ് നിങ്ങൾ താപ്പോട്ട് നീക്കി വന്നു കഴിഞ്ഞാൽ, നന്നായിട്ട് താപ്പോട്ട് നീക്കി കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം എൻ്റർ ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ട്. ആ ബോക്സിൽ നമ്മൾ നമ്മുടെ ഫോളോവേഴ്സിനെ ഏത് അക്കൗണ്ടിലേക്കാണോ കൂട്ടുന്നത് ആ അക്കൗണ്ട് യൂസർ നെയിം എൻ്റർ ചെയ്യുക. ആ അക്കൗണ്ട് നിർബന്ധമായിട്ടും ചെയ്തു വെക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പബ്ലിക് ആയിരിക്കണം, എന്നാലേ ഫോളോസ് കയറൂ. ആൻഡ് രണ്ടാമത്തത്, ഇൻസ്റ്റാഗ്രാം ഫ്ലാഗ് റിവ്യൂ ഓഫ് ആക്കിയിരിക്കണം. അതെങ്ങനെ ഓഫ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഫ്ലാഗ് ഓഫ് എന്ന് പറഞ്ഞൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. അത് കണ്ടിട്ട് അത് ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഫോളോസ് ഓർഡർ ചെയ്യാവുള്ളൂ. എന്നിട്ട് നിങ്ങൾ ഏറ്റവും താഴെ തന്നെ കാണുന്ന പച്ച ബട്ടനകത്തേക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ആ ഫൈൻഡ് യൂസർ എന്നുള്ള പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നെക്സ്റ്റ് പേജ് ലോഡാവുന്നതാണ്. നെക്സ്റ്റ് പേജ് ലോഡായിട്ടുണ്ട്. സോ നമ്മൾ ഇവിടുന്ന് താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് വരിക. അപ്പോഴത്തേക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കണൊക്കെ വന്നേക്കുന്ന കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ ഫോളോവേഴ്സ് കൗണ്ട് 10 എന്നാണ് കാണിക്കുന്നത്. ഞാൻ അവിടെ 10 മാറ്റി 40 എന്ന് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, 40 എന്ന് എൻ്റർ ചെയ്തിട്ട് നമ്മൾ സെൻഡ് ഫോളോവേഴ്സ് എന്നുള്ളിടത്തേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതിൽ നിന്ന് ഒരു വട്ടം നമ്മൾ ഫോളോവേഴ്സ് കൂട്ടിയെന്ന് വെച്ചാൽ 40 ഫോളോവേഴ്സ്, ഒരു ഫേക്ക് അക്കൗണ്ട് വെച്ച് 40 ഫോളോവേഴ്സ് നമ്മുടെ ഒറിജിനൽ അക്കൗണ്ടിലേക്ക് കയറ്റി, പിന്നെ ആ സെയിം ഫേക്ക് അക്കൗണ്ട് വെച്ച് എപ്പോൾ കൂട്ടാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ ആ സെയിം ഫേക്ക് അക്കൗണ്ട് ലോഗിൻ ചെയ്ത ഫോളോവേഴ്സ് കൂട്ടാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഈ മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ട്, ഒരുപാട് ഫേക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത്രയും ബെറ്റർ ആണെന്നുള്ളതാണ്. ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. അതുകൊണ്ട് എനിക്കിപ്പം 1 2 3 4 ഫോളോവേഴ്സ് ഇറങ്ങി. അതാണ്ട് 5 6 7 8 9. ഓക്കെ, ഫോളോവേഴ്സ് മൊത്തം കയറിയിട്ടുണ്ട്. മൊത്തത്തിൽ നമുക്കിപ്പം ടോട്ടലി 14 ഫോളോവേഴ്സാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 1 മിനിറ്റ് സിസ്റ്റം ഈസ് ബിസി, പ്ലീസ് ട്രൈ അഗൈൻ 10 അല്ലെ 60 സെക്കൻഡോ. അപ്പോൾ കുറച്ച് സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ സെൻഡ് ഫോളോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഒറ്റയടിക്ക് 14 ഫോളോസ് കയറി. ഇനി നിങ്ങൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. നമുക്ക് 40 ക്രെഡിറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ 40 നിന്ന് 14 കുറച്ചാൽ ബാക്കി ഫോളോസ് പിന്നെയും കൂട്ടാം. അപ്പോൾ നമ്മളിങ്ങനെ സെൻഡ് ഫോളോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് 10 സെക്കൻഡോ 60 സെക്കൻഡോ കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ സെൻഡ് ഫോളോസ് ക്ലിക്ക് ചെയ്യുക. അതായത് നമുക്ക് മേളിൽ എത്ര ക്രെഡിറ്റ്സ് ഉണ്ടെന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ റീചെക്ക് ചെയ്യുക. 40 ക്രെഡിറ്റ്സ് ഉണ്ട് മച്ചാന്മാരെ. അപ്പോൾ 40 ക്രെഡിറ്റ്സ് തീരുന്നിടം വരെ നമുക്ക് ക്ലിക്ക് ചെയ്യുക. ഇപ്പം ഞാൻ 40 കൊടുത്തിട്ട് സെൻഡ് കൊടുത്തപ്പോൾ 14 കയറി. ഇനി ഒരു 60 സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നെ സെൻഡ് കൊടുക്കുക. 10 വെച്ച് നിങ്ങൾ ആ ഒരു കാൽക്കുലേഷൻ 40 എന്നുള്ളത് കുറയ്ക്കാൻ നോക്കുക. അത്രയേ ഉള്ളൂ.
അപ്പോഴേക്കും 40 ഫോളോവേഴ്സ് നിങ്ങൾക്ക് കയറും. പിന്നെ അതേപോലെ ഇതിൽ ലോഗിൻ ചെയ്ത ഫേക്ക് അക്കൗണ്ട് അങ്ങനെ ലോഗൗട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഏറ്റവും മുകളിൽ തന്നെ 3 ഡോട്ട് ഉണ്ട്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങളിവിടെ ലോഗൗട്ട് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗൗട്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കിട്ടില്ല സാധനമാണ്. ഫോളോവേഴ്സൊക്കെ വാരിക്കൂട്ടാം, ലൈക്സ്. ഫ്ലാഗ് റിവ്യൂ ഓഫാക്കിയിരിക്കണം. അപ്പം മച്ചാന്മാരെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ബെൽ ഐക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം ഇതിന് നല്ല മികച്ച വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ഗായ്സ്.